റസൂലുള്ളയാണ്, എല്ലാവർക്കും സ്നേഹമായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, പുണ്യനബി ഒരിക്കയതാ പെരുന്നാൾ നമസ്കരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പെരുന്നാൾ നിസ്കരിച്ചുകൊണ്ട് കടന്നു വരുന്ന അഷ്റഫുൽ ഖൽഖദാ ഒരുപാട് കുഞ്ഞുമക്കളെ കാണുകയാണ്, ഒരുപാട് കുട്ടികളെ കാണുകയാണ്. അവര് പുതുപുത്തൻ പുടവകൾ അണിഞ്ഞുകൊണ്ട്, അവര് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പെരുന്നാളിന്റെ സുദിനത്തിലതാ അവരിങ്ങനെ സന്തോഷിക്കുകയാണ്, അവരിങ്ങനെ ആഹ്ലാദിക്കുകയാണ്. അവര് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട്, അവര് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അവരിങ്ങനെ സന്തോഷിക്കുമ്പോൾ പുണ്യനബിയത കുഞ്ഞുമക്കളുടെ ചാരത്തേക്ക് ചെല്ലുന്നു, അവരുടെ സന്തോഷത്തോടൊപ്പം പങ്കിടുന്നു, അവരാഹ്ലാദോടൊപ്പത്തോടും ചേർന്ന് നിൽക്കുന്നു. എന്നാൽ മുത്തുനബിയത അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടതാ അപ്പുറത്ത് അല്പം ദൂരെയായിക്കൊണ്ട് ഒരു പാവപ്പെട്ട കുട്ടിയതാ പുതിയ വസ്ത്രം ധരിക്കാതെ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ടുകൊണ്ട് സന്തോഷിക്കേണ്ട നിമിഷത്തിൽ കരയുന്ന പൊന്നുമോനയതാ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ള ദർശിക്കുമ്പോൾ പുണ്യനബി ഓടിച്ചെന്നുകൊണ്ടതാ ആ മകനോട് ചോദിക്കുകയാ, ആ കുഞ്ഞുമോന്റെ കരം പിടിച്ചിട്ട് ചോദിക്കുന്നു, എന്ത് മോനെ കൂട്ടുകാരോടൊപ്പം കളിക്കാത്തത്? ഇന്ന് പെരുന്നാളിന്റെ സുദിനമാണ്, ഇന്ന് ആഘോഷിക്കേണ്ട ദിനമാണ്, ഇന്ന് സന്തോഷിക്കേണ്ട ദിനമാണ്. എന്തേ നീ പുതുപുത്തൻ പുടവകളണിയാത്തത്? എന്തേ നീ ദുഃഖിച്ചിരിക്കുന്നത്? എന്തിനാ നീ കണ്ണീര് വാർക്കുന്നതെന്ന് പുണ്യനബി ചോദിക്കുമ്പോൾ ആ റസൂലുള്ളയോടതാ ആ പാവപ്പെട്ട പൊന്നുമോന് പറയുകയാ, നബിയേ, എനിക്ക് വസ്ത്രം ധരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഉമ്മയുണ്ട്, അവർക്ക് വെള്ളം കൊടുക്കാൻ ഉമ്മയുണ്ട്, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ അവരുടെ ഉപ്പയുണ്ട്. എന്നാൽ നബിയേ, എനിക്ക് ഉമ്മയില്ല നബിയേ, എനിക്ക് വാപ്പയില്ല നബിയേ, ഞാനൊരു പാവപ്പെട്ട യതീമാണ് നബിയേ എന്ന് റസൂലുള്ളയോട് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് പെരുന്നാളിന്റെ സുദിനം കഴിഞ്ഞുകൊണ്ട്, നിസ്കാരം കഴിഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ വേദനിക്കുന്ന യതീമിന്റെ കണ്ണീര് കാണുമ്പോൾ അഷ്റഫുൽ ഖൽഖ് ആ പൊന്നുമോന്റെ കരം പിടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ പൊന്നുമോനോട് പറഞ്ഞില്ലേ, അനാബൂക്ക, വേദനിക്കണ്ട മോനെ, ആരുമില്ലെന്ന് പറയണ്ട, ആരുമില്ലാത്ത വിഷയത്തിൽ സങ്കടപ്പെടണ്ട, നീ വേദനിക്കണ്ട, തളർന്നു പോകണ്ട. അനാബൂക്ക, ഒരു അനാഥയുടെ കരം പിടിച്ചുകൊണ്ട്, ഒരു യതീമിന്റെ കരം പിടിച്ചുകൊണ്ട് പുണ്യനബി പറയുകയാണ്, അനാബൂക്ക, ഞാൻ നിന്റെ വാപ്പയാണ് മോനെ, ആയിഷത്ത് ഉമ്മുക്ക, ആയിഷ നിന്റെ ഉമ്മയാ മോനെ, ഫാത്തിമത്ത് ഉഖ്തുക, എന്റെ പൊന്നാര പൊന്നുമകളാകുന്ന പ്രിയപ്പെട്ട ഫാത്തിമ, പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, നിങ്ങളെ നാളെ സ്വർഗത്തിലേക്ക് നയിക്കേണ്ട നായികയല്ലേ ഫാത്തിമ. ഫാത്തിമയെ കുറിച്ച് പൊന്നുമോനോട് പറഞ്ഞതാ, എന്റെ ഫാത്തിമ നിന്റെ സഹോദരിയാ, നിനക്കാരുമില്ലെന്ന് പറയല്ല, നിനക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് കാലത്തിന്റെ കാലച്ചുകൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് കാലുഷിക സമൂഹത്തിന് കാരുണ്യമാണ് കരണീയമെന്ന് പ്രഖ്യാപിച്ച് കാടത്തം നിറഞ്ഞ കാലഘട്ടത്തിലേക്ക് കാരുണ്യത്തിന്റെ കടലായിക്കൊണ്ട് കടന്നു വന്ന അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവിടുത്തെ ജീവിതം മാറ്റിവെച്ചിരുന്നു.